സ്വയത്തെ തിരിച്ചറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, വെൽക്കം, വണക്കം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ഏതാണ്ട് ഒരു ദിശ നൽകുന്നതിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 13, 14, 15, 16 വാക്യങ്ങൾ. അതിൻ്റെ സാരാംശം ഇപ്രകാരമാണ്: നാം ആരാണ് എന്നത് യേശു പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. അത് പ്രധാനമായും നാം ഓർത്തിരിക്കേണ്ടത് 2 കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്, ലളിതമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ഭാഗങ്ങൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും മനഃപ്പാഠം അറിയാമെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് എന്നത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ധ്യാനത്തിൽ കൂടെ, ഈ ചിന്തയിൽ കൂടെ ഇപ്രകാരം പ്രസ്താവിക്കുന്നതിൽ കൂടെ യേശു ഉദ്ദേശിച്ചത് എന്തായിരുന്നു, നാം എന്താണ് ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് എന്ന ഒരന്വേഷണം മാത്രമാണ്. നമുക്ക് ആ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾ, മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കാം, ആരാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വളരെയധികം തത്രപ്പെടുന്നത് ദൈവത്തെ താൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ ബലവാനാകുന്നു, ദൈവമേ നീ മരണമില്ലാത്തവനാകുന്നു, ദൈവമേ നീ കാരുണ്യവാനാകുന്നു, ദൈവമേ നീ നീതിമാനാകുന്നു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുകയാണ്. എന്നാൽ യേശു പറയുന്നത്, നിങ്ങൾ ദൈവത്തെ അങ്ങ് വിട്, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആത്മീകമായ കടമ, ഉത്തരവാദിത്വം ദൈവത്തെ താൻ ആരാണ് എന്ന് പഠിപ്പിക്കുകയോ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല. അതിൻ്റെ അടിസ്ഥാന കടമ നിങ്ങൾ ആരാണ് എന്ന് തിരിച്ചറിയുവീൻ. ഈ ഒരു ആശയത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ വളരെ പ്രയോജനപ്പെടുന്നതും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നതുമായ പല ആത്മീയ പ്രമാണങ്ങളും തെളിഞ്ഞു വരുവാൻ ഇടയുണ്ട് എന്നത് അനുഭവത്തിൽ കൂടെ എനിക്ക് സധൈര്യം സാക്ഷീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ചിന്തയും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ഊന്നൽ എന്താണ്? നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്? ഇത് ദയവായി മനസ്സിലാക്കുക. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ തികച്ചും പ്രതീകാത്മകമായ ഭാഷയാണ് എന്നത് നമുക്കറിയാം. ആക്ഷരികമായി നമ്മൾ ഉപ്പുമല്ല, വെളിച്ചവുമല്ല. എന്നാൽ പ്രതീകാത്മകമായ ഈ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതാവഹമായ ആശയങ്ങൾ അത് നൂറ്റാണ്ടുകളായി മറഞ്ഞു കിടന്നല്ലോ എന്നോർത്ത് ഞാൻ വാസ്തവത്തിൽ സങ്കടപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേദപുസ്തകത്തിൻ്റെ ആകത്തുക മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അന്വേഷിപ്പാൻ എന്ന ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. അത് മുഴുവനും ഒരു വീഡിയോയിൽ പ്രതിബിംബിപ്പാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ചില സൂചനകൾ മാത്രമേ ഈ വീഡിയോയിൽ കൂടെ പ്രദാനം ചെയ്യുവാൻ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അത് മാത്രമേ സാധ്യമാകുകയുമുള്ളൂ. ആത്മീയതയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അത്യാവശ്യം മനുഷ്യർ അവർ ആരാണ്, അവരുടെ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്, അവരുടെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്താണ്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രസക്തി എന്താണ്, അവർ ഈ ലോകത്തിലായിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത്, അവർ ഈ ലോകത്തിലായിരിക്കുന്നതിൻ്റെ പുറകിൽ ഉദ്ദേശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അവ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ബോധമുള്ളവരായി ഭൂമിയിൽ ജീവിക്കണം. അല്ലാത്തിടത്തോളം കാലം നാം മൃതതുല്യരാണ്, ചലിക്കുന്ന ശവങ്ങളാണ് എന്ന ഒരു ധാരണ ആദ്യം മുതലേ ഉണ്ട് എന്ന് നമുക്കറിയാം.
വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിധം സൂചിപ്പിക്കുന്നു. അത് ആക്ഷരികമായി അങ്ങനെയാണ് എന്ന് നിർബന്ധിക്കുന്നവരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്ന ആ വ്യക്തിയല്ല. വേദപുസ്തകത്തെ പ്രതീകാത്മകമായി വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമാണ് അതിൻ്റെ ആശയത്തെ കൂടുതൽ ആഴത്തിൽ വ്യക്തത്തിൽ മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നത് എന്നത് അനുഭവമാകിയാൽ ആ ഒരു സമീപനമാണ് ഞാൻ നിലനിർത്തുന്നതെന്ന് ആദ്യമേ സത്യസന്ധമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിധത്തിൽ നിന്നാണ് നാം ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് യേശുവിൻ്റെ ഈ പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന്, പശ്ചാത്തലമൊരുക്കുന്നതിന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്കും ഒരു പക്ഷേ പ്രവാചകനായ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലേക്കും അല്പം ശ്രദ്ധ തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിനാൽ ഞാൻ അതിനിപ്പോൾ ശ്രമിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദാമിനെ സൃഷ്ടിക്കുന്ന ആ ഒരു പ്രക്രിയയെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? ദൈവം ഭൂമിയിലെ മണ്ണിൽ നിന്ന് ആദാമിന് രൂപം കൊടുത്തു. അവന് രൂപമുണ്ടായെങ്കിലും അവൻ ജീവിക്കുന്ന ഒരു ദേഹിയായിരുന്നില്ല. അപ്പോൾ ദൈവം അവൻ്റെ മൂക്കിൽ ശ്വാസമൂതി അവൻ ജീവിക്കുന്ന ഒരു ദേഹിയായി തീർന്നു. ഇവിടെ 3 ഘടകങ്ങളാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. 1 ധാതു, അത് മണ്ണാണ്. 2 രൂപം, അത് ദൈവം നൽകുന്ന ഒരു ആനുകൂല്യമാണ്, അനുഗ്രഹമാണ്, സൗന്ദര്യമാണ് രൂപം. ധാതുവും രൂപവും ഒന്നല്ല. ധാതുവിൽ അതിന് അതീതമായ ഒരു ശക്തി പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്മേൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ധാതുവിന് രൂപം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ധാതുവും രൂപവും കൊണ്ടായില്ല, മറ്റൊരു പ്രമാണം കൊണ്ട് ചേർന്നാൽ മാത്രമേ അതിന് പൂർത്തി ആകുവാൻ സാധ്യം, അല്ലെങ്കിൽ പൂർത്തി പ്രാപിപ്പാൻ, അല്ലെങ്കിൽ പൂർത്തീകരണത്തിലായിത്തീരുവാൻ സാധ്യമാകുകയുള്ളൂ. ടു ബി കംപ്ലീറ്റഡ്, ടു അറ്റെയിൻ കംപ്ലീഷൻ ഓർ ഹോൾനെസ്. 3ാമതൊരു ഘടകം കൂടെയാണ്, അതാണ് ദൈവത്തിൻ്റെ ശ്വാസം. അപ്പം 3 ഘടകങ്ങൾ. നമുക്കറിയാം, നാം എപ്പോഴും പറയുന്നത് മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമാണ്. ശരീരം, മനസ്സ്, ആത്മാവ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വെളിപ്പെടുത്തലാണ് ഇത് എന്ന് വളരെ 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 നാളുകൾ ധ്യാനിച്ചതിന് ശേഷമാണ് എനിക്ക് വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. ഞാനതൊന്ന് വെളിപ്പെടുത്തട്ടെ. ആദാമിനെ സൃഷ്ടിക്കുന്ന ആ ചിത്രീകരണത്തിൽ മണ്ണ്, അല്ലെങ്കിൽ ഭൂമിയുടെ പൊടി, ദ ഡസ്റ്റ് ഓഫ് ദി എർത്ത്, അത് നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ശാരീരികമായ ആ ഒരു മർമ്മത്തെ സൂചിപ്പിക്കുന്നു. ഇറ്റ് റിലേറ്റ്സ് ടു ദ ബോഡി ഡയമെൻഷൻ. എന്നാൽ അതിന് രൂപം കൊടുത്തു എന്ന് പറയുമ്പോൾ, രൂപം എന്നത് അത് ശാരീരികമല്ല. ശരീരത്തിന് രൂപമുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. രൂപമെന്ന ആശയം മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ശരീരം മാത്രമേ ഉള്ളുവെങ്കിൽ രൂപമുണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് രൂപമുണ്ടെങ്കിൽ തന്നെയും അത് രൂപമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് വരണം. ചിന്തിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭാസത്തിന് മാത്രമേ രൂപം എന്ന ആശയം ഉൾക്കൊള്ളുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പം എനിക്ക് ശരീരമുണ്ട് എന്നതുകൊണ്ട് എനിക്ക് രൂപമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ യാതൊരു മാർഗവുമില്ല. ഈ ശരീരത്തിൽ ധാതുവിന് അതീതമായൊരു ഘടകം സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരത്തിന് രൂപമുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയുവാനും എന്നെ കാണുന്നവർക്ക് തിരിച്ചറിയുവാനും സാധ്യമാകുന്നത്. അപ്പോൾ എവിടെയൊക്കെ രൂപം എന്ന ആശയം വരുന്നു, അവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് ആശയമാണ്. അത് ധാതുവല്ല. രൂപം ആശയമാണ്, ധാതുവല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മരം എന്നതൊരാശയമാണ്.
എന്നാൽ ആ ആശയത്തിന് മരം എന്ന ആശയത്തെ നമുക്ക് സ്പർശിക്കാനോ കാണുവാനോ അതിൽ നിന്ന് മാങ്ങായോ തേങ്ങായോ ചക്കയോ പറിക്കാനോ സാധ്യമല്ല. എന്നാൽ ആ മരം അതിൻ്റെ ധാതുവിനോട് ചേർന്ന് മരമെന്ന ആശയം അത് ഒരു പ്രത്യേകമായ പ്രതിഭാസമായി തീരുമ്പോൾ, ഡിസ്ക്രീറ്റ് ഫിനോമിനൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം, അതിനെ നമുക്ക് കാണാനും സ്പർശിക്കാനും അതിൽ നിന്ന് പഴം പറിക്കാനും സാധിക്കും. പക്ഷേ അതിൽ ആശയമാണ് പ്രാധാന്യം. ഉദാഹരണമായിട്ട് ഞാൻ ഒരു മരം കാണുമ്പോൾ അത് അവിടെ നിൽക്കുന്നു എന്ന് വിചാരിച്ച് എനിക്ക് നടന്നു പോകാം. അല്ല, ഈ മരത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഈ മരം ഈ മണ്ണിൽ വേരൂന്നി നിന്നിട്ട് മണ്ണിൽ നമുക്കൊരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത ഇത്ര മനോഹരമായ രുചി ഉള്ള പഴം അത് ഉണ്ടാക്കുന്നത്, പഴം അതിൽ വിളയുന്നത് എന്നത് നാം ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നത് നാം ശരീരം മാത്രമല്ല മനസ്സും കൂടെ ആയിട്ടാണ്. എന്നാൽ ഒരു മരത്തിന് അപ്രകാരം ചിന്തിക്കാൻ കഴിയുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. കഴിയുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മരത്തിന് മനസ്സുണ്ട്. അപ്പോൾ രൂപം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മനസ്സുണ്ട്. ഇനിയും മൂന്നാമതായിട്ട് ഇതിനതീതമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. ഇപ്പോൾ ഒരു പ്രകൃതിയിൽ ഒരു ചെടി, അതിന് രൂപമുണ്ട്, അതിന് ശരീരമുണ്ട്, അതുകൊണ്ട് അത് ഫലം കായ്ക്കണമെന്നില്ല. അങ്ങ് അകലെ സൂര്യനുണ്ട്, അതുകൊണ്ട് അത് ഫലം കായ്ക്കും. അപ്പോൾ അങ്ങ് അകലെയുള്ള ഈ ധാതുവിനും രൂപത്തിനും അതീതമായ മറ്റൊരു മർമ്മം, അഭൗമമായൊരു മർമ്മം, അത് ഈ വൃക്ഷത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല, അത് വൃക്ഷത്തിൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമല്ല, വൃക്ഷത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല, വൃക്ഷത്തിൻ്റെ ധാതുവിനോ രൂപത്തിനോ അതിനെ തിട്ടപ്പെടുത്തുവാനോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല. പക്ഷേ അത് നിരന്തരം പ്രവർത്തിക്കുകയും ഈ രണ്ട് ഘടകങ്ങളോടുകൂടെ ചേരുന്നത് കൊണ്ട് മാവിൽ നിന്ന് മാങ്ങയും തെങ്ങിൽ നിന്ന് തേങ്ങയും പ്ലാവിൽ നിന്ന് ചക്കയും നമുക്ക് പറിക്കാൻ കഴിയും. ഈ മൂന്ന് ഘടകങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുമുണ്ട്. ധാതു അവൻ്റെ ശരീരമാണ്, രൂപം അവൻ്റെ മനസ്സാണ്, പിന്നെ അവൻ ആത്മാവുമുണ്ട്. ഈ മൂന്ന് ഘടകങ്ങൾ അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി ധരിക്കാം. ശരീരം അതിൻ്റേതായ പ്രവണതകൾ കൊണ്ട് പ്രവർത്തിക്കുന്നു. ദ ബോഡി വർക്ക്സ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഇമ്പൾസസ് ആൻഡ് ഇൻസ്റ്റിങ്സ്. അത് പ്രകൃതിയിലുമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ക്രീപ്പർ, അത് വളരും തോറും അതിനെവിടെ ചുറ്റിപ്പറ്റി നിൽക്കാമോ അതിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഇൻസ്റ്റിങ്ക്റ്റാണ്. ഒരു ഇര അവിടെ നിൽക്കുന്നത് കണ്ടാൽ അതിനെ എങ്ങനെ പിടിക്കണം എന്ന് ഒരു വേട്ടയാടുന്ന മൃഗം, പുലിയാകട്ടെ കടുവയാകട്ടെ സിംഹമാകട്ടെ, അത് മനസ്സിലാക്കുന്നതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ്. അത് വലിയ പുസ്തകമൊന്നും വായിച്ച് ബുദ്ധി വികസിപ്പിച്ചുണ്ടാക്കുന്നതല്ല, അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റാണ്. അപ്പം ശരീരം പ്രവർത്തിക്കുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ്, അതിൻ്റെ പ്രവണതകൾ കൊണ്ടാണ്, സ്വാഭാവികമായ പ്രവണതകൾ കൊണ്ടാണ്. അത് ഭൗതികമായ കാര്യങ്ങളോട് മാത്രം ബന്ധം പുലർത്തുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പം മനുഷ്യനും അവൻ്റെ പ്രവണതകൾ കൊണ്ട് മാത്രം ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ അവന് ശരീരത്തോട് ബന്ധമുള്ള, ശരീരത്തിന് താല്പര്യമുള്ള, ശരീരത്തിൻ്റെ താല്പര്യത്തിൻ്റെ പരിധിയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങളോടെ അതിനെ ബന്ധപ്പെടുത്താൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വ്യാകുലപ്പെടരുത്. കാരണം ഈ ആകുലപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശരീരം മാത്രമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും അതോടുകൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വിളക്ക് അണഞ്ഞു പോവുകയും ചെയ്യും. മനുഷ്യൻ്റെ ആധ്യാത്മികമായ വളർച്ച എന്താണ്? ഞാനൊരു ശരീരം മാത്രമാണ് എന്ന ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന്
അല്ല, ഇതിനതീതമായ 2 ഘടകങ്ങൾ കൂടെ, 2 ഡയമെൻഷൻസ് കൂടെ എനിക്കുണ്ട്. മനസ്സും ആത്മാവും എനിക്കുണ്ട്. അത് രണ്ടും പരിപോഷിപ്പിക്കപ്പെടുകയും വളരുകയും ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, യേശു കൽപ്പനകൾ, അതായത് 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പഴയ നിയമം ആവർത്തന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിൽ നിന്ന് ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ യേശു അത് ഉദ്ധരിക്കുമ്പോൾ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പൂർണ്ണ മനസ്സോട് എന്ന് പറയുന്നുണ്ട്. അത് ഒരു പുതിയ ആത്മീകമായ തിരിച്ചറിവിൻ്റെ ഫലത്താലാണ് എന്നത് ഒരു പക്ഷേ പല ആളുകളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. യേശു മനുഷ്യൻ്റെ മനസ്സിന് കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മനസ്സ് വികസിക്കുന്നത് ആത്മീയതയ്ക്ക് അപകടമാണ്, മനസ്സ് സാത്താൻ്റേതാണ് എന്ന വെറും പൊട്ടത്തരം മനുഷ്യരെ പരമ്പരാഗതമായി പഠിപ്പിച്ച് അവൻ്റെ മനസ്സ് പുണ്ണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ യേശു പഠിപ്പിക്കണ്ടായിരുന്നുവല്ലോ. യേശുവിൻ്റെ പഠിപ്പിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വേറിട്ട് ചിന്തിക്കണം. ചിന്തിക്കുന്ന എവിടം കൊണ്ടാണ്? മനസ്സുകൊണ്ടല്ലേ? അല്ല ശരീരത്തിൻ്റെ വേറെ വല്ല ഭാഗം കൊണ്ടാണോ ചിന്തിക്കുന്നത്? മനസ്സുള്ളത് കൊണ്ടല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ മനസ്സിനെ മാറ്റി നിർത്തി ഒരു ആത്മീയത സാധ്യമല്ല. മനസ്സിനെ മാറ്റിവെച്ചുള്ള മത ആചാരങ്ങളിൽ കൂടെ മനുഷ്യൻ ആകെപ്പാടെ നേടിയെടുക്കാവുന്നതിൻ്റെ പേരാണ് ഒറ്റ വാക്കിൽ അടിമത്തം. അതുകൊണ്ട് മനുഷ്യനെ ദൈവത്തിൻ്റെ പേരിൽ അടിമയാക്കി കാത്തു സൂക്ഷിച്ചതിൻ്റെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ എപ്പോഴും മനുഷ്യൻ്റെ മാനസികമായ വളർച്ചയെ ഭയപ്പെടുകയും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മതിലുകളും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഹ്രസ്വമായി പറഞ്ഞ് ആ ബൃഹത്തായ വിഷയം ഞാൻ തൽക്കാലം മാറ്റിവെക്കുകയാണ്. അപ്പോൾ മനസ്സ്, അത് ആശയം, അത് രൂപം, എന്തിൻ്റെയും രൂപം മനസ്സ്. മനസ്സുണ്ടെങ്കിൽ രൂപമുണ്ട്, രൂപമുണ്ടെങ്കിൽ മനസ്സുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വ്യക്തിത്വം ശാരീരികമായി മാത്രമാണ് നാം വളർത്തിയെടുത്തിട്ടുള്ളത് എങ്കിൽ അത് ഈ ഭൗതിക ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണ്? മനുഷ്യനെ അവൻ വെറും ശരീരം മാത്രമാണെന്നും എന്ന് മാത്രമല്ല ശരീരം വെറും വയറാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെ തകിടം മറിക്കുന്ന ഒരു വലിയ കുതന്ത്രം ഈ ഭൗതിക ഉപഭോക്തൃ സംസ്കാരത്തിലുണ്ട് എന്ന് ദയവായി തിരിച്ചറിയണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം പ്രത്യേകമായി ശരീരത്തിൻ്റെ സന്തോഷം മാത്രമല്ല, മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വികസനത്തിനും സന്തോഷത്തിനും നിർവൃതിക്കും വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നാം ചെയ്യണം. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ക്രിസ്ത്യാനികൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. നാം നമ്മുടെ ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ, അതാണ് ഉപഭോക്തൃ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമായി നാം ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുകയും ജീവിക്കുകയും വസിക്കുകയും വളരുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി ബൗദ്ധികമായി മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും നാം അവഗണിക്കുകയും അതിൻ്റെ മേഖലയിൽ വരുമ്പോൾ നാം വല്ലാതെ അക്ഷമരായി തളർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പലരും ആശയങ്ങളടങ്ങുന്ന വീഡിയോകൾ അത് കേൾക്കുമ്പോൾ വലിയ ക്ഷീണം തോന്നും. എന്നാൽ അതേസമയം തന്നെ യാതൊരു ആശയവുമില്ലാത്ത വെറും ഇക്കിളിക്കാര്യങ്ങളും പൈങ്കിളിക്കാര്യങ്ങളുമുള്ളൊരു വീഡിയോ ആണെങ്കിൽ 2 മണിക്കൂർ ഇരുന്ന് കാണും, ഒരു പ്രയാസവുമില്ല. മാത്രമല്ല പാചകക്കുറിപ്പ്, ഞാൻ വളരെ കൗതുകത്തോടെ കാണുന്നൊരു കാര്യം, പാചകക്കുറിപ്പുകൾ 1 മണിക്കൂർ 2 മണിക്കൂർ കണ്ണിമയ്ക്കാതെ കാണുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ട്. അതേസമയം ബൗദ്ധികമായ മനസ്സിന് പോഷണം നൽകുന്ന ഒരു ആശയമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഉള്ള ഒരു വീഡിയോ 10 മിനിറ്റ് കാണുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് കാരണം എന്താണ്? മനസ്സിന് പോഷണം നൽകുന്ന കാര്യങ്ങളടങ്ങിയ വീഡിയോ ബോറായതുകൊണ്ടല്ല, അതിനെ താങ്ങാനുള്ള കെൽപ്പ്
നാം നാളിതുവരെ പ്രാപിച്ചിട്ടുള്ള നമ്മുടെ പരിശീലനത്തിൽ, അതുമൂലം നാം പ്രാപിച്ചിട്ടുള്ള വികസനത്തിൽ ഉൾപ്പെടാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വളർച്ച എപ്രകാരമാണ്, നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഇടിവുകൾ എന്താണ്, ഇവയെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ഇനി മൂന്നാമതായി, അതിനപ്പുറത്ത്, മനസ്സിനും അപ്പുറത്ത് ആത്മാവുണ്ട്. മനസ്സിന് ചെന്നെത്താൻ കഴിയാത്ത ഏടുകളിലേക്ക്, ഉയരങ്ങളിലേക്ക് ആത്മാവിന് ചെന്നെത്താൻ കഴിയും. ഒരു വൃക്ഷത്തിന് സൂര്യനോടുള്ള ബന്ധം പോലെ, വൃക്ഷത്തിന് പ്രകൃതിയിലുള്ള മറ്റ് വൃക്ഷങ്ങളോടും ചരാചരങ്ങളോടുമുള്ള ബന്ധത്തെയാണ് മനസ്സ് സൂചിപ്പിക്കുന്നത്. വൃക്ഷത്തിന് സൂര്യനോടുള്ള ബന്ധത്തെയാണ് ആത്മാവ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിത് വേറൊരു വിധത്തിൽ ഇത് ആശയം അവതരിപ്പിക്കാൻ പോവുകയാണ്. മനുഷ്യൻ എന്നാൽ എന്താണ്? ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം എന്താണ് നമുക്കറിയാം. മനസ്സെന്താണ്? ആശയങ്ങളോടുള്ള സ്നേഹമാണ് മനസ്സ്. മനസ്സിലാക്കുക, അറിവ് മാത്രമല്ല, ആശയങ്ങളോടുള്ള, ഐഡിയാസ് ആസ് അഗൻസ്റ്റ് നോളജ്, ആശയങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ പേരാണ് മനസ്സ്. ആത്മാവ് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരാണ് മനസ്സ്. ശരീരം എന്നത് ഇതെല്ലാം മനുഷ്യൻ ആദ്യം മുതൽ അവസാനം വരെ സ്നേഹമാണ്. ധാതു പദാർത്ഥങ്ങളോടുള്ള സ്നേഹമാണ് ശരീരം, ആശയങ്ങളോടുള്ള സ്നേഹമാണ് മനസ്സ്, ദൈവത്തോടുള്ള സ്നേഹമാണ് ആത്മാവ്. ഇതെല്ലാം സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം അഖിലസാരം ഈ ഭൂമിയിൽ, എല്ലാറ്റിൻ്റെയും ഉറവിടവും നിദാനവും ലക്ഷ്യവും അർത്ഥവും സ്നേഹമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. സ്നേഹമെന്ന് പറയുന്ന വെളിച്ചം ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ തിരോധാനം ചെയ്യുന്നുവോ അപ്പോൾ ഭൂമി പാഴും ശൂന്യവുമായി തീരും. ഞാൻ ആവർത്തിക്കുന്നു, ധാതുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരാണ് ശരീരം. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് അത് മാത്രമേ നാം പ്രതീക്ഷിക്കാവൂ. ആശയങ്ങളോടുള്ള സ്നേഹമാണ് മനസ്സ്. ശരീരത്തിന് ആ ദാഹം അനുഭവിപ്പാൻ സാധ്യമല്ല, അത് നാം വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൽ കൂടെ അതാണ് സംഭവിക്കേണ്ടത്, പക്ഷേ അത് സംഭവിക്കുന്നില്ല. ദൈവത്തോടുള്ള സ്നേഹമാണ് ആത്മാവ്. നാം ആ വിധത്തിലും വളരണം, എന്നാൽ മാത്രമേ നാം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പുരോഗമിക്കുവാൻ നമുക്ക് ഇടയാകുകയുള്ളൂ. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ വളരെ ലളിതമെന്ന് തോന്നാവുന്ന ഈ പ്രസ്താവനകൾ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ഈ ലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ അവസ്ഥകളോട് ബന്ധം പുലർത്താൻ സാധിക്കും. എന്താണ്? ശരീരം ശരീരത്തോട് മുട്ടുന്നു. ഉദാഹരണമായിട്ട് ഞാൻ കുറച്ച് പൊളിച്ചു പറയാൻ പോവുകയാണ്. ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ അത് ശരീരം ശരീരത്തോട് മുട്ടുന്നു എന്ന തോതിൽ മാത്രം അതിനെ നിലനിർത്താൻ സാധിക്കും. അതാണ് ശാപം. അത് മാത്രം അറിയുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തിൽ. അത് ശാരീരികമായ ബന്ധമാണ്. എന്നാൽ അതിൽ മാനസികമായ മെൻ്റൽ ഡയമെൻഷൻ, ആശയങ്ങൾ കടന്നു വരുമ്പോൾ അത് ശരീരം ശരീരത്തോട് മുട്ടുന്നു എന്നതിനപ്പുറത്ത് ഈ ബന്ധങ്ങളുടെ അർത്ഥം എന്താണ്, അതിൻ്റെ അച്ചടക്കം എന്താണ്, അതിൻ്റെ നന്മകൾ എന്താണ്, അതിൽ കൂടെ സംഭവിക്കാവുന്ന ഔന്നത്യം, പ്രാപിക്കാവുന്ന ഔന്നത്യം എന്താണ്, ഞാനൊരു വ്യക്തിയോട് ബന്ധം പുലർത്തുമ്പോൾ ആ വ്യക്തിയിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ എന്താണ്, അവയെ ഉണർത്തുവാനും വളർത്തുവാനും ഞാൻ എപ്രകാരമാണ്, ഏത് ചുമതലബോധത്തോടും സർഗാത്മകതയോടും കൂടെയാണ് ഞാൻ ഈ വ്യക്തിയോട് ഇടപെടേണ്ടത് എന്ന ചിന്ത വരുമ്പോൾ ശരീരം ശരീരത്തോട് ഉരയുന്ന ആ ഒരവസ്ഥയല്ല പിന്നുള്ളത്. രണ്ട് ശരീരങ്ങളുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൽ നിന്ന് ഔന്നത്യമേറിയൊരവസ്ഥയിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിയും. അത് മനുഷ്യബന്ധത്തിൽ മനസ്സിൻ്റെ പ്രാധാന്യം ചിത്രീകരിക്കുന്നു. അപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിലുള്ള എന്തിനോടും ബന്ധം പുലർത്തുമ്പോൾ
അത് ശാരീരികമായി മാത്രമല്ല, അതിനപ്പുറത്തുള്ള അത് രസം പകരുന്ന മനസ്സിൻ്റേതായ ഒരു മർമ്മമുണ്ട്, മനസ്സിൻ്റേതായ വിഭവങ്ങളുണ്ട്, മനസ്സിൻ്റേതായ ഉത്തേജനങ്ങളും സാധ്യതകളും വെളിച്ചങ്ങളും ആവേശങ്ങളുമുണ്ട്. അവ കൂടെ പ്രകടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇതിന് വ്യാപകമായ പ്രസക്തിയുണ്ട്. അവ ഓരോന്നും എടുത്തെടുത്ത് പറയുവാൻ ഞാൻ ശ്രമിച്ചാൽ സമയം കൈവിട്ടു പോകുമെന്നുകൊണ്ട് ഞാനത് തുനിയുന്നില്ല. അത് നിങ്ങളെ ചിന്തിക്കാൻ വിട്ടതെന്നുകൊണ്ട്. ഇനിയും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ഉപ്പിൻ്റെ രസം പോലെയല്ല വെളിച്ചമെന്നത് നമുക്കറിയാം. ഉപ്പിൻ്റെ രസം ഭൗതികമാണ്, എന്നാൽ ഭൗതികമായ മർമ്മത്തിൽ നിന്ന് അല്പം മേന്മയേറിയതാണ്. എന്തുകൊണ്ടാണ്? ഉപ്പ് രസം വരുത്തുമ്പോൾ ഉപ്പ് ഇല്ലാതായി തീരുമ്പോഴാണ് രസം വരുന്നത്. അതുകൊണ്ടാണ് അത് ഭൗതികമായ ധാതു പദാർത്ഥങ്ങളുടെ സ്വഭാവമല്ല. ഇപ്പം നമ്മുടെ ശരീരത്തോട് നീ സ്വയം ത്യജിക്കണമെന്ന് പറഞ്ഞാൽ ശരീരം പോയി പണി നോക്കാൻ പറയും. അത് ശരീരത്തിൻ്റെ സ്വഭാവമല്ല, അത് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സ്വഭാവമാണ്. അപ്പോൾ യേശു പറയുന്നു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ അർത്ഥം, നിങ്ങൾക്ക് എൻ്റെ ശിഷ്യന്മാരായി തീരണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. നിങ്ങളൊരു ശരീരം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവ് കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും പൂർണ്ണമായി ഈ ദൗത്യത്തിൽ, ഈ ആത്മീകമായ മുന്നേറ്റത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. നിങ്ങളിങ്ങോട്ട് നോക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ശരീരം കൊണ്ട് മാത്രം യേശുവിൻ്റെ അനുയായികളായി നടക്കുന്ന ആളുകളെ കൊണ്ടാണ് യേശുവിൻ്റെ മാർഗം നാറിപ്പോയത്, അതിൻ്റെ വെളിച്ചം മങ്ങിപ്പോയത്. നമുക്കറിയാം, യേശു പത്രോസിനെയും ശിമോനെ അവൻ്റെ സഹോദരനെ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? നിങ്ങൾ ശരീരങ്ങൾ മാത്രമാണെങ്കിൽ, ശാരീരികമായ പ്രവണതകൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുവാൻ പരിശീലനം പ്രാപിച്ചവരാണെങ്കിൽ, അതിനപ്പുറത്തേക്ക് നോക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ മതമേഖലയിൽ വന്നാലും നിങ്ങൾ മനുഷ്യരെ മീൻ പിടിക്കുന്ന പോലെ മാത്രമേ പിടിക്കുകയുള്ളൂ. കാരണം ശരീരത്തിന് അപ്രകാരം മാത്രമേ ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ഞാനൊരു ശരീരം മാത്രമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും വെളിച്ചമോ നന്മയോ പ്രതീക്ഷിക്കുന്നവർ അവർ മണ്ടന്മാരാണ്, നടക്കുകയില്ല. അവരിൽ നിന്ന് യാതൊരു നന്മയും ഉണ്ടാകുകയില്ല എന്നത് പ്രാവർത്തികമായ ഒരു സത്യമാണ്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ട്രൂത്ത്. ആജീവനാന്തം കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. മൂരിക്കുട്ടനെ കറന്ന് പാല് കുടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അതാണ്. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ലോകത്തിൻ്റെ മറ്റ് ധാതുക്കൾ പ്രവർത്തിക്കുന്നത് പോലെയല്ല ഉപ്പിൻ്റെ രസം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഉപ്പിന് അതിൻ്റെ രസം പോയാൽ പിന്നെ അതിനെ എന്തുകൊണ്ട് നന്മ വരുത്താം, പിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രസമെന്ന് പറയുന്നത് ഭൗതികമായൊരു ഘടകത്തെ അല്ല, പ്രതീകാത്മകമായി സൂചിക്കുന്നത് മാനസികമായ ഒരു ഘടകത്തെയാണ്. പിന്നെ യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ യേശു തൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് പറയും, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതെന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നു. അഭൗമമായ ഒരു ഘടകത്തെ പരാമർശിച്ച് മാത്രമേ വെളിച്ചം എന്ന ആശയം ഉപയോഗിക്കാവൂ. അങ്ങനെയാണ് യേശു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരാണ് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ശരീരം മാത്രമല്ല, നിങ്ങളൊരു മനസ്സാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അതും പോരാ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അഭൗമമായ ഒരു പ്രതിഭാസമാണ്. ഈ രണ്ട് തലത്തിലും വളരുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ആത്മീകമായ അവസ്ഥ എന്താണെന്നോ അതിൻ്റെ അനുഗ്രഹവും ഫലപുഷ്ടിയും എന്താണ് എന്ന് തിരിച്ചറിയുവാൻ സാധ്യമാകുകയുള്ളൂ.
അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ആത്മീകമായ പ്രസ്ഥാനത്തിൽ ഇടമുള്ളൂ, അവരെക്കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്നതാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. എന്നാൽ ശരീരം കൊണ്ട് മാത്രം വലിയ കാര്യങ്ങൾ നേടിയെടുക്കും, അതിൻ്റെ പേരാണ് യുദ്ധം എന്നൊക്കെയുള്ള യുദ്ധം. അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തിയ ആളുകളെ കീഴടക്കും, അങ്ങനെയുള്ള പരിപാടികൾ നമുക്കറിയാം. രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെയാണ്. പിന്നെ പണം, ഇതെല്ലാം ശരീരമാണ്. കള്ളം പറയുക, പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കുക, ശാരീരികമായ ബലപ്രയോഗം നടത്തിയ ആളുകളെ കീഴടക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ അത് ശരീരത്തിൻ്റെ തന്ത്രങ്ങളാണ്. ശരീരം ശരീരത്തോട് ഇടപെടുമ്പോൾ ഇങ്ങനെ മാത്രമേ ഇടപെടുകയുള്ളൂ. ഒരിക്കലും നന്മയുടെ വെളിച്ചം പുറപ്പെടുവിക്കുവാൻ ശരീരം ശരീരത്തോട് ബന്ധപ്പെടുത്തുന്ന ആ പരിമിതമായ അവസ്ഥയിൽ ആർക്കും സാധ്യമല്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൽ മനുഷ്യൻ ആരാണ് എന്നും അവൻ്റെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്നുമുള്ള ആത്മീകമായ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ വായിച്ചാൽ മാത്രമേ ലളിതമെന്ന് തോന്നുന്നതും പക്ഷേ വളരെ ആഴമേറിയ ആശയങ്ങൾ, അറിവുകൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് വളരെ എളിമയോടുകൂടെ എനിക്ക് ഏവരെയും അറിയിക്കാനുള്ളത്. അതുകൊണ്ട് നാം ഇനിയും ഈ ഭാഗം ഉരുവിടുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ എപ്രകാരം വളർത്തിയെടുക്കുവാനുള്ള ആത്മീകമായ കടമയുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ടാകണം. അതുമാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അതുപോലെ തന്നെ ഒരളവിൽ എല്ലാ മത സമൂഹങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യ നന്മയ്ക്ക് വളരെ വളരെ ദോഷം ചെയ്യുന്നൊരു ധാരണ, അതായത് മനുഷ്യൻ്റെ മനസ്സ് വികസിക്കുന്നത് രണ്ട് വലിയ അപകടമാണ് എന്ന ധാരണ, അത് തിരുത്തുക മാത്രമല്ല, അതിന് നേരെ വിപരീതമായി മനുഷ്യൻ്റെ മാനസികമായ വളർച്ച അവൻ്റെ ആത്മീകമായ ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യവും അതിനനുസരിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഒരു അഭിരുചിയും വളർത്തിയെടുക്കുക നമ്മുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അത് അവിടെയും കൊണ്ട് അവസാനിക്കുകയില്ല. കാരണം പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ മനസ്സിനും അതീതമായി ആത്മീകമായ ഒരു വളർച്ചയുണ്ടാകണം. ഞാൻ അതിന് ഉപയോഗിച്ച ആ ഒരു ചിന്താ സീക്വൻസ് ഒരിക്കൽ കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ധാതുവിനോടുള്ള ആസക്തിയാണ് ശരീരം. ധാതുവിന് രൂപം കൊടുക്കുമ്പോൾ, രൂപമുണ്ടെങ്കിൽ അതിൽ കൂടെ ഉണരുന്ന ഒരു യാഥാർത്ഥ്യമുള്ളൊരു ഘടകമുണ്ട്. അതെന്താണ്? ആശയങ്ങളോടുള്ള താല്പര്യം. അതിനാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആശയങ്ങളോടുള്ള സ്നേഹം, ധാതുവിനോടുള്ള സ്നേഹം ശരീരമാണ്. ധാതുവിന് ആശയങ്ങളോട്, അറിവുകളോട്, പൊരുളുകളോട് ഉള്ള താല്പര്യമാണ് മനസ്സ്. ധാതുവിന് നിർമ്മിക്കപ്പെട്ട എല്ലാ ലോകത്തിൻ്റെയും ആകത്തുകയ്ക്ക് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ പേരാണ് ആത്മാവ് എന്നുള്ളത്. അതുകൊണ്ടാണ് ആത്മാവ് നമ്മുടെ ആരുടെയും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആരുടെയും ചൊൽപ്പടിയിൽ നിൽക്കുന്നതല്ല. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതെവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അപ്രകാരം തന്നെയാണ് എന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കതീതമായ ഒരു വലിയ മർമ്മത്തോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ അല്ലാതെ ഈ ഒരു ശക്തിയെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ന ഒരു എളിയ അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യേശുവിൻ്റെ പഠിപ്പീരുകൾ നാം ശ്രദ്ധിച്ചാൽ, ഏത് സാഹചര്യവും ഏത് പഠിപ്പീരും നോക്കിയാൽ അതിൽ വളരെ വ്യക്തമായി ഏറ്റവും ശ്രദ്ധേയമായ ഊന്നലെന്താണ്? മനുഷ്യൻ വളരണം, മനുഷ്യത്വം വികസിക്കണം എന്നതാണ്. ആ ഒരു അവസ്ഥ പ്രാപിക്കുന്നതിന് പകരം ഇങ്ങനെ ഉണങ്ങി വരണ്ട് ചുരുണ്ട് വളഞ്ഞുകൂടി ഒരു ബെഞ്ചിന് മൂലയിൽ ഇരിക്കുന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞ് അവൻ്റെ സർവ്വസാധ്യതയുടെയും നാമ്പ് നുള്ളിക്കളഞ്ഞ്
ഈ പരിതാപകരമായ അവസ്ഥയിൽ അവനെ ആഴ്ത്തി വച്ചിരിക്കുന്ന ഈ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി, വാത്സല്യം അറിയിച്ചുകൊള്ളുന്നു.